ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിക്ക് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പ്രതീക്ഷകളാണ് നമ്മളെ മുന്നോട്ടേക്ക് നയിക്കുന്നത്. ചിലപ്പോൾ ആ പ്രതീക്ഷകൾ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ താളം തെറ്റിച്ചേക്കാം. അതാണ് ഇന്നലെ സംഭവിച്ചത്. കാരണം UPSC എക്സാമിൻ്റെ ആ ഒരു നിലവാരത്തിൽ അല്ലെങ്കിൽ ആ ഒരു ലെവലിനേക്കാൾ താഴ്ന്ന ലെവലിലുള്ള എക്സാം ആയിരിക്കും LPSCക്ക് വരുന്നത് എന്നുള്ള ആ ഒരു പ്രതീക്ഷയിലായിരുന്നു ഉദ്യോഗാർത്ഥികൾ എല്ലാവരും എക്സാം ഹാളിലേക്ക് എത്തുന്നത്. പക്ഷേ അവരെ വളരെയധികം നിരാശപ്പെടുത്തുന്ന തരത്തിലേക്കുള്ള ചോദ്യങ്ങളിലേക്കാണ് ഉദ്യോഗാർത്ഥികളെ സയൻസ് വിഭാഗം കൊണ്ടുപോയത്. കാരണം അത്രത്തോളം നിലവാരമുള്ള ചോദ്യങ്ങളായിരുന്നു സയൻസ് വിഭാഗത്തിൽ നിന്നും നിലവിൽ വന്നത്. കാരണം +1 +2 NCERTയിലെ ചോദ്യങ്ങളാണ് മൊത്തം എന്തിലേക്ക് വന്നത്, സയൻസ് വിഭാഗത്തിലേക്ക് വന്നത്. അത് ഉദ്യോഗാർത്ഥികൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1 മുതൽ 4 വരെയുള്ള കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറിന് വേണ്ട ചോദ്യങ്ങളായിരുന്നോ ചോദിച്ചത് എന്ന് പോലും നമ്മൾ എന്ത് ചെയ്യും, ആ ചോദ്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നിപ്പോകും. കാരണം അത്രയും ലെവലിലുള്ള ചോദ്യങ്ങളാണ് PSC, അത്രയധികം സ്റ്റാൻഡേർഡിലേക്ക് PSC മാറ്റിക്കളഞ്ഞു സയൻസ് എന്ന് പറയുന്ന വിഭാഗത്തെ. അതേപോലെ തന്നെ നിലവിൽ നമുക്ക് ആശ്വാസം പകർന്നത് ഇന്നലെ ഉദ്യോഗാർത്ഥികൾക്ക് ആകെ 10ാം ക്ലാസ് അടിസ്ഥാന യോഗ്യതയിൽ വന്ന ഹിസ്റ്ററിയും കോൺസ്റ്റിറ്റ്യൂഷനും ജോഗ്രഫിയും മാത്രമായിരുന്നു. ബാക്കി എല്ലാ സബ്ജക്റ്റുകളിൽ നിന്നും നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാത്തിൽ നിന്നും ഒരു ആവറേജ് നന്നായി ആവറേജ് എബോവ് പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് മാത്രമാണ് വേണ്ട രീതിയിൽ ഒന്ന് പെർഫോം ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ളൂ. കാരണം അത്രത്തോളം ഉദ്യോഗാർത്ഥിയെ എക്സാം ഹാളിൽ വെച്ച് ടെൻഷനാക്കി കളഞ്ഞ ഒരു എക്സാം ആയി പോയി LPSC എന്നുള്ളത്. കാരണം പല ഉദ്യോഗാർത്ഥികളുടെ അടുത്തും അതേപോലെ തന്നെ നമ്മുടെ തന്നെ ചാനലിൽ പോളായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം 1500-2000 ഉദ്യോഗാർത്ഥികൾ പോൾ ചെയ്ത് കഴിഞ്ഞപ്പോഴും അതിൻ്റെ അകത്ത് കുറച്ച് ആളുകൾ കമൻ്റായിട്ട് ചോദിച്ചു, സാറേ എന്തുകൊണ്ടാണ് 45-ൽ താഴെയുള്ള ഒരു പോൾ ഓപ്ഷൻ ഇല്ലാതിരുന്നേ എന്ന് കുറേ പേര് നമ്മുടെ അടുത്ത് ചോദിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ കൂടിയാണ് പറയുന്നത്, എക്സാം എന്ന് പറയുന്നത് നല്ല ടഫായിട്ടുള്ള എക്സാം ആയിരുന്നു. അതിന് ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും, ഈ പറയുന്ന ഉദ്യോഗാർത്ഥികളെല്ലാവരും വളരെയധികം പ്രതീക്ഷ എന്ന് പറയുന്നത് UPSC എക്സാം നടന്നു, അതിനേക്കാൾ നിലവാരം താഴ്ന്ന ലെവലിലുള്ള ചോദ്യങ്ങളാണ് LPSCയിൽ വരികയുള്ളൂ എന്നുള്ള ഒരു പ്രഡിക്ഷൻ തന്നെയാണ് അവരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ലെവലിലേക്ക് കൊണ്ടുപോയി എത്തിച്ചത് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് പറ്റും. കാരണം ഓരോ ഉദ്യോഗാർത്ഥികളും പ്രതീക്ഷ എന്ന് പറയുന്നത് എപ്പോഴും UPയേക്കാൾ താഴെയാണ് LPയുടെ എക്സാം വരികയുള്ളൂ എന്നുള്ളത് തന്നെയാണ് അവരെ ഇത്രത്തോളം ആ ഒരു ലെവലിലേക്ക് കൊണ്ടുപോയി എത്തിച്ചത്. ഓക്കെ, ഇനി നമുക്ക് ഇന്നത്തെ ആ ഒരു ചോദ്യപേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും കണ്ടതാണ് ചോദ്യങ്ങളെല്ലാം. അതിൻ്റെ അകത്ത് കുറേ ചോദ്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന SCERT സിലബസിൽ നിന്നും 8ാം ക്ലാസ്സിലെയും 9ാം ക്ലാസ്സിലെയും ചോദ്യങ്ങളൊക്കെ ഒത്തിരി വന്നിട്ടുണ്ട്. ഈ പറയുന്ന ഹിസ്റ്ററി, കോൺസ്റ്റിറ്റ്യൂഷൻ, ജോഗ്രഫിയിൽ സയൻസ് ആണ് ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികളെ വട്ടം ചുറ്റിച്ചത്. കാരണം ഒരു MSc ലെവലിൽ ഉള്ള ആളുകൾക്ക് പോലും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അത് കറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഉത്തരത്തിലേക്ക് എത്താൻ പറ്റാത്തൊരു ലെവലിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞു സയൻസ് എന്ന് പറയുന്നത്. സാധാരണക്കാരായിട്ട് ഒരു മീഡിയം റേഞ്ചിൽ പഠിക്കുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ അവർക്കത് സ്കിപ്പ് ചെയ്യുക എന്നുള്ളൊരു ഒറ്റ ഓപ്ഷൻ മാത്രമാണ് സയൻസ് വിഭാഗത്തിൽ നിന്നും ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ആ ഒരു എക്സാമിൻ്റെ ഒരു ലെവൽ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ കട്ട് ഓഫിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഈ ഒരു എക്സാമിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 45 to 50, അതിന് മുകളിലേക്ക് ഒരു കട്ട് ഓഫ് ഒരിക്കലും ആ എക്സാമിന് പോകത്തില്ല. അപ്പോൾ 45 to 50 ആയിരിക്കും കട്ട് ഓഫ് വരുന്നത്. പക്ഷേ കഴിഞ്ഞ നമ്മുടെ ഒരു എക്സാമിനെ കുറിച്ചെടുത്ത് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ എന്തായാലും കട്ട് ഓഫ് എന്ന് പറയുന്നത് ഓരോ പ്രാവശ്യവും 5ഉം 6ഉം ഒക്കെ കൂടി വരാറുണ്ട്. പക്ഷേ ഇത്രയും ടഫായ സ്ഥിതിക്ക് എന്തായാലും 45 to 50 ആണ് കട്ട് ഓഫ് വരത്തുള്ളൂ. പക്ഷെ നമുക്ക് ജോലി കിട്ടാനുള്ള അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് ഇനി നമ്മൾ അടുത്തൊരു സ്റ്റെപ്പ് എന്ന ലെവലിൽ നമ്മൾ നോക്കുന്ന ഉദ്യോഗാർത്ഥി എന്ന് പറയുന്നത് ഒരു 55-ന് മുകളിലേക്കുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും ഇൻ്റർവ്യൂവും ബാക്കി കാര്യങ്ങളിലേക്കുള്ള പരിപാടികൾക്ക് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ ആരും, അതായത് നമ്മൾ ഓരോ എക്സാമുകൾ എന്ന് പറയുന്നത് നമുക്ക് ഓരോ അനുഭവങ്ങളാണ്. അതേപോലെ തന്നെ ഓരോ ചോദ്യങ്ങളും നമുക്ക് ഓരോ അനുഭവങ്ങളാണ്. അപ്പോൾ ഇത്രയും പഠിച്ച ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇനി ഡെസ്പ് അടിക്കേണ്ട കാര്യമില്ല. കാരണം കുറേ ഉദ്യോഗാർത്ഥികൾ 45-ൽ താഴെ അല്ലെങ്കിൽ 40-ൽ താഴെയൊക്കെ എക്സാമിലേക്ക് വന്ന ഒത്തിരി ഉദ്യോഗാർത്ഥികളുണ്ട്. നിങ്ങൾ ഒരിക്കലും വിഷമിക്കരുത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവസരങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല, അവസരങ്ങൾ ഇനിയുമുണ്ട്. അതായത് വീണ്ടും ഉയർന്ന് എഴുന്നേറ്റ് ഓടുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് സർക്കാർ ജോലി എന്ന് പറയുന്നത്. പല പല പരാജയങ്ങൾ തട്ടി നമ്മൾ മറിഞ്ഞു വീഴുമ്പോഴും നമ്മൾ ഒരിക്കലും അയ്യോ ഇനി എനിക്കിത് പറ്റത്തില്ല എന്ന് കരുതി നിങ്ങൾ മുന്നോട്ടേക്ക് പോവാതിരിക്കരുത്. നിങ്ങൾക്ക് വേണ്ടി ഒരു വാതിൽ ഉറപ്പായിട്ടും തുറന്നിരിക്കും. അപ്പോൾ ആ ഒരു പ്രതീക്ഷയുമായി
തന്നെ എന്ത് ചെയ്യുക, മുന്നോട്ടേക്ക് പഠിക്കാനായിട്ട് ശ്രമിക്കുക. LDC ഇന്ന് തൊട്ടടുത്ത് വന്ന് നിൽക്കുകയാണ്. ഇനി ഏകദേശം 5-6 ദിവസങ്ങൾ മാത്രം അവശേഷിക്കുമ്പോൾ അതിലേക്കുള്ള പഠനത്തിലേക്ക് ഇനിയുള്ള ദിവസങ്ങൾ മാറ്റിവെക്കുക. കാരണം ഇത് എന്തുമായിക്കൊള്ളട്ടെ, പാസ്റ്റ് ഈസ് പാസ്റ്റ്. നിലവിൽ എക്സാം കഴിഞ്ഞു, ഇനി എക്സാമിൻ്റെ റിസൾട്ട് കാര്യങ്ങളുള്ള ലെവലിലേക്ക് ഇനി അതിൻ്റെ പ്രോസസ്സാണ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു കഴിഞ്ഞു. നമുക്ക് പറ്റാവുന്നത്ര നമ്മൾ പഠിച്ചു. നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ ലെവലിലും നമ്മൾ എന്ത് ചെയ്തു, ഈ എക്സാമിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്തു. അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ കഴിഞ്ഞു. ഇനിയുള്ളത് എന്ന് പറയുന്നത് PSC ആണ്, ബാക്കി പ്രോസസ്സിങ്. അത് അതിൻ്റെതായ ലെവലിൽ നടന്നോട്ടെ. ഇനി ഇത് ആലോചിച്ചുകൊണ്ട് ഒരിക്കലും വിഷമിച്ചിരിക്കരുത്. കാരണം ഇന്നലത്തെ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒത്തിരി ആളുകൾ താഴെ പറഞ്ഞു, സാറേ UPSC കഴിഞ്ഞു, ഭയങ്കര ഡെസ്പാണ്, LPSC കഴിഞ്ഞു, ഡെസ്പാണ്, ഇനി മുന്നോട്ടേക്ക് പഠിക്കണം എന്നുള്ളൊരു ചിന്ത പോലും മനസ്സിലില്ല. കാരണം അത്രത്തോളം നമ്മൾ പഠിച്ചു, എന്നിട്ട് അതൊന്നും ഇങ്ങനെയൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ മെസ്സേജസ് വന്നു, കുറേ പേര് വിളിച്ചു ഒക്കെ ചെയ്തു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ഇനി LDCക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക ഉള്ള ടൈം. കാരണം നിങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് സയൻസ് എന്ന് പറയുന്നത് നിങ്ങൾ നല്ല രീതിയിൽ കവർ ചെയ്ത് പോയ ആളുകളാണ്. LDC നിലവാരം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും SCRT ലെവലിലുള്ള സയൻസിലെ ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് വരത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ SCRT നിങ്ങൾ പഠിച്ചു എന്നുള്ളത് നിങ്ങൾക്കൊരു പ്ലസ് പോയിന്റ് ആണ്, സയൻസ് വിഭാഗം. അതേപോലെ തന്നെ നിങ്ങൾ ഈ പറയുന്ന ഇംഗ്ലീഷ്, മാത്സ് നിങ്ങൾ സെറ്റ് ചെയ്തേക്കുന്നതാണ്. അതേപോലെ തന്നെ GK പോർഷനും നിങ്ങൾ ഏകദേശം കംപ്ലീറ്റ് ആയ ഉദ്യോഗാർത്ഥിയാണ് നിങ്ങൾ എല്ലാവരും എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, LDക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആകെ പഠിക്കേണ്ട ഒരു ടോപ്പിക് എന്ന് പറയുന്നത്, വരുന്ന ബാക്കിയുള്ള ടോപ്പിക് എന്ന് പറയുന്നത് കുറച്ച് കേരള ഗവേണൻസ്, എക്കണോമിക്സ്, അങ്ങനെയുള്ള കുറച്ച് പോർഷൻസ് ആണ് എക്സ്ട്രാ പഠിക്കേണ്ട കാര്യം വരുന്നുള്ളൂ. അപ്പോൾ അത് മാത്രം എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. പിന്നെ നമ്മുടെ ചാനലിൽ നിലവിൽ നമ്മൾ 75 ഹോട്ട് ടോപ്പിക്സിൻ്റെ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം 22ഓളം ക്ലാസ്സസ് മാത്രമാണ് അതിൻ്റെ അകത്ത് വന്നിട്ടുള്ളൂ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ക്ലാസ്സുകളായിരിക്കും അതെല്ലാം തന്നെ. അതേപോലെ തന്നെ കറണ്ട് അഫയേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കറക്റ്റായിട്ട് നമ്മൾ ഡിസ്ട്രിക്ട് വൈസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, സ്റ്റേറ്റ് വൈഡ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഓരോ പോർഷൻസും, അതായത് പുരസ്കാരങ്ങൾ, അവാർഡുകൾ, അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഓരോന്നും പക്ക സെറ്റാക്കി തന്നെയാണ് നമ്മൾ പോകുന്നത്. അതേപോലെ തന്നെ ഇനി എന്തായാലും ഇത്രയും ഒരു ലെവലിലേക്ക് ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു. അതായത് SCRT ചാപ്റ്റേഴ്സ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 8, 9, 10 SCRTയും അതേപോലെ തന്നെ +1 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മൾ ഉടൻ തന്നെ, അതായത് ഈ പറയുന്ന നമ്മുടെ LDക്ക് മുമ്പാകെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. ഒരു 3, 4, 5 വീഡിയോസ് നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ട്. SCRT ബേസ്ഡ് സയൻസ് വിഭാഗത്തിൽ നിന്നുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള. അപ്പോൾ അങ്ങനെ ഒരു സംഭവം കൂടി നമുക്ക് എന്തായാലും ഈ ഒരു എക്സാമിന് മുമ്പ് ചെയ്തിരിക്കണം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ റാങ്ക് മേക്കിങ്ങും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചിലപ്പോൾ SCRT ഡെപ്തിലേക്ക് വരാൻ ചാൻസ് ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടി നമ്മൾ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇന്നലെ നമ്മളൊരു വീഡിയോ ചെയ്തപ്പോൾ ഒത്തിരി ഉദ്യോഗാർത്ഥികൾ നമ്മുടെ അടുത്ത് പറഞ്ഞിരുന്നു, സാറേ 6 ചോദ്യ പേപ്പറുകൾ ചെയ്യണ കാര്യം. അപ്പോൾ അതും നമ്മൾ സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും എത്രയും പെട്ടെന്ന് തന്നെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ കട്ട് ഓഫിനെ കുറിച്ച് ആലോചിച്ച് ഇനി നിങ്ങൾ പേടിക്കേണ്ട. 45 to 50 കട്ട് ഓഫ് വരത്തുള്ളൂ. പക്ഷേ അതിലും നല്ലത് ഏകദേശം ഒരു 55-ന് മുകളിലേക്ക് മാർക്കുള്ള ആളുകളാണ് ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇന്നലത്തെ LPSC എക്സാമിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. കാരണം അത്രത്തോളം ടഫായിട്ടുള്ള ഒരു എക്സാം തന്നെയായിരുന്നു എന്ന് തന്നെയാണ് പറയാനുള്ളത്. കാരണം ഉദ്യോഗാർത്ഥികളെ വലച്ച സയൻസ്, അത് ഒന്നും പറയാനില്ല. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം ടഫായിട്ട് തന്നെ പോവുകയുണ്ടായി. ബാക്കിയുള്ള പോർഷൻസ് മാത്രമാണ് അവർക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്ന് ഈ ഒരു ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ. അപ്പോൾ ബാക്കി പോൾസും അതേപോലെ തന്നെ അടുത്തുള്ള ദിവസങ്ങളിൽ ക്യാൻസലേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഒരു വീഡിയോ കൂടി ചെയ്യാം, എത്രയാണ് പ്രോപ്പറായിട്ട് വരുന്നതെന്നുള്ളതും കട്ട് ഓഫും ബാക്കി കാര്യങ്ങളെക്കുറിച്ചുള്ളത് ഒന്നുകൂടി നമുക്ക് വേണമെങ്കിൽ ഒരെണ്ണം ചെയ്യാം. ഇത് എന്തായാലും 45 to 50-ന് മുകളിലേക്ക് ഒരു കട്ട് ഓഫ് ഒരിക്കലും ഒരു ജില്ലയിലും വരത്തില്ല എന്നുള്ളത് 100% ഗ്യാരണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പറയാനുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക്. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.